ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവനോട് ഏറ്റവും തഖ്വയുള്ളവരായി ജീവിക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും മടക്കപ്പെടുന്ന സന്ദർഭം ഏതു നിമിഷവും നമ്മുടെ മനസ്സിൽ സജീവമായി ഉണ്ടാകണം. ആ ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. സൂറത്തുൻ നിസായിലെ 13-14 വചനമാണ് ഞാൻ ഓതിയത്. ഈ വചനങ്ങൾ അനന്തരാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന കാര്യമാണ്. തിൽക ഹുദൂദുള്ള, ഈ പറഞ്ഞ സംഗതിയൊക്കെ അഥവാ അനന്തര സ്വത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. എങ്ങനെയാണ് സ്വത്ത് ഓഹരി വെക്കേണ്ടത്, ഓരോരുത്തർക്കും എത്രയാണ് വിഹിതം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിനവസാനിപ്പിക്കുകയാണ് അള്ളാഹു. തിൽക ഹുദൂദുള്ള, ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച ചില അതിരുകളാണ്. വമൻ യുതിഇല്ലാഹു വറസൂലഹു യുദ്ഖിലു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വദാലിക്കൽ ഫൗസുൽ അദീം. അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ അനുസരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഈ അതിരുകളൊക്കെ പാലിച്ച് അള്ളാഹുവും റസൂലും പറഞ്ഞതും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും അവിടെ വ്യക്തമായ വിജയവും മഹത്തായ വിജയവും അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ ധിക്കരിക്കുന്ന ആളുകൾ, വമൻ യഅസില്ലാഹു വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ ധിക്കരിക്കുകയും എന്നിട്ട് വയതഅദ്ദ ഹുദൂദഹു, ഈ പരിധിയൊക്കെ ലംഘിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ യുദ്ഖിലുഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ, അവൻ നരകാവകാശിയാണ്, അവൻ വളരെ നിന്ദ്യമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നത് അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന വിഹിതത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അനന്തര സ്വത്തിൻ്റെ കൈകാര്യം എന്ന് പറയുന്നത് അത് വളരെ വളരെ ഗൗരവമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും പലരും അത്ര ഗൗരവമായത് ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ചും പണ്ടുകാലത്തൊന്നും അതിൽ പ്രത്യേകിച്ചൊരു സൂക്ഷ്മതയില്ലാത്തൊരു കാലമായിരുന്നു. ഇപ്പൊക്കെ സമ്പത്തിനും ഭൂമിക്കുമൊക്കെ വലിയ വിലയും മറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ അവകാശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് കിട്ടാനുള്ള വഴികളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരു രീതിയാണുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ള ഈ അനന്തരാവകാശ നിയമങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ ആ കാലത്ത് സ്ത്രീകൾക്ക് യാതൊരു അനന്തരാവകാശമില്ല, അതുപോലെ തന്നെ കുട്ടികൾക്ക് അനന്തരാവകാശമില്ല, പ്രായപൂർത്തിയായ യുവാക്കൾക്ക് അതുപോലെ തന്നെ പ്രായം
പ്രായമേറിയ ആളുകൾക്കൊന്നും അവർക്കൊന്നും അനന്തരാവകാശമല്ല. അനന്തരാവകാശത്തിന്റെ അറബികളുടെ ഇടയിലുണ്ടായിരുന്ന മാനദണ്ഡം യുദ്ധം ചെയ്യാനും അവരുടെ ഗോത്രത്തെ സംരക്ഷിക്കാനുമൊക്കെ കായികമായി തന്നെ സാധിക്കുന്ന ആളുകൾ, അവർക്ക് അനന്തരാവകാശം ആവശ്യമുള്ളൂ എന്ന ഒരു രീതിയാണ് ആ കാലത്തൊക്കെ നിലനിന്നിരുന്നത്. അതുകൊണ്ട് സ്ത്രീകളെന്നും അതിലവർ ഉൾപ്പെടുത്തിയിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ലരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ വലിനിസായി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. മാതാപിതാക്കളും ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന സ്വത്തിന്റെ അവകാശം ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. മിമ്മ കല്ല മിൻഹു ഔ കസുറ, അത് എത്ര കുറച്ചായാലും അല്ലെങ്കിൽ എത്ര കൂടുതലുണ്ടെങ്കിലും അതിലൊക്കെ ആണിനും അവകാശമുണ്ട് പെണ്ണിനും അവകാശമുണ്ട്. നസീബം മഫ്റൂദ, അള്ളാഹു നിശ്ചയിച്ച വിഹിതമാണത്. അള്ളാഹു അവർക്ക് നിശ്ചയിച്ചൊരു വിഹിതമാണ്. അപ്പൊ പടച്ചോൻ നിശ്ചയിച്ച ഫർളായ വിഹിതമാണ് യഥാർത്ഥത്തിൽ ഈ അനന്തര സ്വത്ത് എന്ന് പറയുന്നത്. അത് ആ രീതിയിൽ തന്നെ നമ്മളതിനെ കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതിൽ ഒരു അനർഹമായി തിന്നുന്ന ഒരു രീതി തന്നെ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മറ്റൊരു വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഈ അനന്തര സ്വത്ത് അതങ്ങനെ നന്നായി അടിച്ചു മാറ്റുന്നവരാണ് നിങ്ങൾ. കാരണം തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, ധനത്തെ നിങ്ങൾ പരിധിക്കപ്പുറം സ്നേഹിക്കുന്നവരാണ്. പണം 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 എന്ന് മനസ്സിൽ വിചാരിച്ച് അനന്തരാവകാശ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു ന്യായവും അന്യായവും ഒന്നും നോക്കാതെ കിട്ടുന്നത് മുഴുവൻ വാരി വലിച്ച് സ്വന്തമാക്കുന്ന ഒരു രീതി ആ കാലഘട്ടങ്ങളിൽ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്. പക്ഷേ വിശ്വാസി അങ്ങനെയാകാൻ പാടില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഗതികളിലൊക്കെ അള്ളാഹു റസൂലുള്ള എന്ത് പറയണോ അത് അവർ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഫിഖ് അഥവാ കർമ്മശാസ്ത്രം വിശദമായി സാധാരണ രീതിയിൽ പറയാറില്ല. ഇപ്പൊ നമസ്കാരത്തെ പറ്റി അതിന്റെ വക്തോ പിന്നെ ഒന്നുണ്ടാക്കുന്ന രൂപോ നമസ്കരിക്കുന്ന രൂപോ ഒന്നും ഖുർആനിൽ വിശദമായി വിശദീകരിച്ചിട്ടില്ല. സക്കാത്തിൻ്റെതും അങ്ങനെ തന്നെയാണ്. സക്കാത്ത് നൽകണമെന്ന് പറയല്ലാതെ അതിന്റെ അവകാശികളെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിന്റെ അവകാശികളെ പറ്റി കൃത്യമായി 8 അവകാശികൾ എന്ന് പറഞ്ഞു. ഒന്ന് കഴിച്ചാൽ എത്രയാണ് കൊടുക്കേണ്ടത്, അതിന്റെ തോത് എങ്ങനെയാണ്, ഏതൊക്കെ വസ്തുവിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അങ്ങനെ ആ വിശദാംശങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഹജ്ജിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്, പൂർണ്ണമായും അങ്ങനെയാണ്. അതുപോലെ നോമ്പുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ അങ്ങനെയാണ്. 2 സംഗതികളുടെ വിശദമായ കർമ്മശാസ്ത്രപരമായ അതിന്റെ ഓരോ സംഗതി പറഞ്ഞ 2 എണ്ണമാണ്. അതിലൊന്ന് സക്കാത്തിന്റെ അവകാശിയാണ്. സക്കാത്തിന്റെ അവകാശികൾ 8 ആളുകൾ കൃത്യമായി വിശുദ്ധ ഖുർആൻ ഇന്നവർക്കാണ്. അത് ഓരോരുത്തർക്കും തോന്നിയ പോലെ, അത് ഭരണാധികാരിക്ക് തോന്നിയ പോലെ, കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് തോന്നിയ പോലെ ഒന്നും കൊടുക്കാൻ പറ്റുന്നതല്ല. അത് ഇന്ന ആളുകളുടെ അവകാശമാണെന്ന് കൃത്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞ ഒരു അവകാശ നിർണയം കൃത്യമായി പറഞ്ഞ ഒരു സംഗതി അനന്തരാവകാശ സ്വത്തിന്റെ വിഹിതം വെക്കലും ഓഹരിയും ഓരോരുത്തർക്ക് എത്ര ഉണ്ടാകും, അത് ഇന്ന ആള് മക്കളുണ്ടെങ്കിൽ എത്രയാണ്, മക്കളില്ലെങ്കിൽ എത്രയാണ് എന്നൊക്കെ കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 2-3 ആയത്തുകളിലൂടെ ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അത് വളരെ സമ്പൂർണമാണ്. അതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ലാത്ത വിധം അത്ര കൃത്യമായി ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കുറച്ചല്ലേ ഉള്ളൂ, ആകെ കുറച്ച് സ്വത്തേ ഉള്ളൂ, അപ്പൊ അത് പിന്നെ എല്ലാവരും കൂടി ഓരി വെക്കേണ്ടതുണ്ടോ എന്നല്ല. അത് എത്ര കുറച്ചാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും അതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വിഹിതം വെക്കേണ്ടതുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്വത്തിന് അയാൾക്ക് യാതൊരു അവകാശമില്ല. അയാൾ ഇവിടെ ജീവിച്ച കാലത്ത് അയാളുടെ സ്വത്തായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അത് മരണത്തോടു കൂടി അയാളും സ്വത്തുമായുള്ള ഉടമസ്ഥാവകാശം അവസാനിച്ചു പോകും. ഏതൊഴികെ അയാൾ വല്ലതും സദഖത്തുൻ ജാരിയ ചെയ്തിട്ടുണ്ടെങ്കിൽ, വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് അയാളുടെ കൂടെ മരിച്ചു കഴിഞ്ഞാലും ഖബറിൽ അയാളെ കൂടെ ഉണ്ടാകുന്ന സ്വത്താണത്. അതല്ലാത്ത സാധാരണ രീതിയിൽ അദ്ദേഹം അയാളുടെ ആധാരത്തിലോ പോക്കറ്റിലോ ബാങ്ക് ബാലൻസോ ഒക്കെ ഉണ്ടെന്നും അതൊന്നും അയാളുടേതല്ല.
മരിക്കുന്ന നിമിഷം മുതൽ അത് അനന്തരാവകാശികളുടേതായി മാറി. അതിന്റെ അവകാശികൾ അനന്തരാവകാശികളായി മാറി. അപ്പൊ അനന്തരാവകാശികളായി മാറുമ്പോൾ പിന്നെ അത് എത്രയും പെട്ടെന്ന് തന്നെ, അധികം താമസിയാതെ തന്നെ ഓരോ അനന്തരാവകാശികൾക്കും അവനവന്റെ വിഹിതം നൽകുക എന്നുള്ളതാണ് അതിന്റെ നീതിപൂർവകമായ അവസ്ഥ. ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്വാഭാവികമായും കുടുംബത്തിലെ കാരണവന്മാരാണ്. കുടുംബത്തിലെ കാരണവന്മാര് അതങ്ങനെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കാത്തിരിക്കണതിൽ അർത്ഥമല്ല. അതല്ലെങ്കിൽ അതിന് ഇമ്മന്റെ കാലം കഴിഞ്ഞിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ അതിപ്പോ ചെയ്യേണ്ടതില്ല, ഇപ്പോ അവിടെ കിടക്കട്ടെ എന്ന രീതിയിൽ വളരെ അലംഭാവത്തോടു കൂടി അനന്തര സ്വത്തുകൾ കൈകാര്യം ചെയ്യാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക താല്പര്യത്തിൽപ്പെട്ട സംഗതിയല്ല. കാരണം ആ സ്വത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ആ മരിച്ച വ്യക്തിയുടെ അനന്തരാവകാശികൾ എല്ലാവരും ഇതിന്റെ അവകാശിയാണ്. വീട്ടിലെ മൂത്ത കാരണവരും ഏറ്റവും ചെറിയ കുട്ടിയും ഗർഭസ്ഥയിൽ ഇരിക്കുന്ന കുട്ടിയും പ്രസവിച്ച കുട്ടിയും ഒക്കെ ആ സ്വത്തിന്റെ നിർണിതമായ വിഹിതത്തിന് അവകാശമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശികളിലേക്ക് അത് വേഗം എത്തിക്കാൻ വേണ്ട സംവിധാനം ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ചില സ്വത്തുക്കളെ സംബന്ധിച്ചൊക്കെ പറയുന്നത് കേൾക്കാം. അല്ലാഹു അലം, അത് വല്യാപ്പാന്റെ കാലത്തുള്ള സ്വത്തന്നെ ഓരി വെച്ചിട്ടില്ല, വല്യാപ്പാന്റെ മുമ്പുള്ള സ്വത്തന്നെ ഓരി വെച്ചിട്ടില്ല. അങ്ങനെ ഓഹരി വെക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും മക്കളും മക്കളുടെ മക്കളൊക്കെ വെച്ച് അവരുടെയൊക്കെ അവകാശം അങ്ങനെ അവിടെ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെയും റൈറ്റ്, അവകാശം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾ എടുക്കാൻ പാടില്ല. ഓരോരുത്തരുടെയും അവകാശങ്ങൾ വകവെച്ച് വേഗം കൊടുക്കണം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതാണ് ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള താല്പര്യത. അത് നൽകുമ്പോൾ അതിന് ഖുർആൻ നമുക്ക് നിർണയിച്ച ആ രീതിയിൽ നമ്മൾ ചെയ്യണം. അതാണ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അനന്തരാവകാശമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ അനന്തര സ്വത്ത്, ധാരാളം ആളുകളുടെ അനന്തര സ്വത്ത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങളും ഓരോ ഇടയിലുള്ള സംഗതികളൊക്കെ നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട സംഗതികളിലുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മേൽ ബാധ്യതപ്പെട്ട സംഗതികൾ എന്താണ്? ഒരാളാണ് മരിച്ചാൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പിന്നെ ബാധ്യത, മരിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയില്ല. അയാൾക്കൊന്നും അറിയില്ലല്ലോ. അയാൾ മരിച്ചുപോയി. നമ്മൾ മറമാടുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ മറമാടി പോകാൻ കഴിയും. നമ്മൾ മറമാടുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ മയ്യത്തോടെ ഇട്ടാലോ മരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നും വരാനില്ല. അത് ഈ ജീവിക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുക, അതിന്റെ ദുർഗന്ധവും അതവിടെ കിടന്നു പോകണതും ഒക്കെ ആ രീതിയിലേ വരുള്ളൂ. അപ്പൊ മരിക്കുന്നവരെ മനുഷ്യന് അവനവന്റെ കാര്യത്തിലും ബാധ്യതയുള്ളൂ, മറ്റുള്ളവർക്കും അതുമായി ബന്ധപ്പെട്ട സംഗതിയുള്ളൂ. അത് മരിക്കുന്നതോട് കൂടി അത് കഴിഞ്ഞു. അപ്പം ഒരാൾ മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മേൽ ബാധ്യതപ്പെട്ട, മതപരമായി ബാധ്യതപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ ബാധ്യത ആ മയ്യത്ത് സംസ്കരണം. അതിന് സാധാരണ തജ്ഹീസുൽ മയ്യത്ത് എന്ന് പറയാം. മയ്യത്ത് സംസ്കരണം. മയ്യത്ത് സംസ്കരിക്കണം. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അത് ഏത് മതവിശ്വാസിയാണെന്നൊന്നും നോക്കേണ്ടതില്ല. മരിച്ച ഒരാളുടെ മയ്യത്ത് എങ്ങനെയാണോ മറമാടേണ്ടത് ആ രീതിയിൽ അത് മറമാടണം. ചില മതത്തിലുള്ള ആളുകൾ അത് കത്തിച്ചു കളയാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് ചെയ്യട്ടെ, അത് ആ മതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഖബറടക്കുക എന്നുള്ളതാണ് അതിന്റെ രീതി. ആ ഖബറടക്കുകയാണത് ചെയ്യേണ്ടത്. മരിച്ച മയ്യത്ത് ഖബറടക്കണം. ആ ഖബറടക്കുന്നതിന് ഉള്ള സാമ്പത്തിക ബാധ്യത ആരാണ് ഏറ്റെടുക്കേണ്ടത്? അത് ഈ ഏറ്റവും പ്രധാനമായിട്ട് ഈ മരിച്ച വ്യക്തിയുടെ സമ്പത്തിൽ ഉണ്ടെങ്കിൽ ആ സമ്പത്തിൽ നിന്ന് ആദ്യം ചെലവഴിക്കേണ്ടത് ഈ പറഞ്ഞ മയ്യത്ത് സംസ്കരണത്തിന് ആവശ്യമാണ്. ഖബറ് കളക്കാൻ, അതുപോലെ തന്നെ അതിന് ആംബുലൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചെലവൊക്കെ പ്രഥമമായി അത് എടുക്കേണ്ടത് ഇയാൾക്ക് വല്ല സ്വത്തുണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന്, ആ സ്വത്തിൽ നിന്ന് അത് എടുക്കേണ്ടതുണ്ട്. എന്നാൽ അത് നിർബന്ധമൊന്നുമില്ല, സ്വത്തിൽ നിന്ന് എടുക്കണം നിർബന്ധമൊന്നുമില്ല. മക്കളിലോ വേറെ പെട്ട ആരെങ്കിലും അതൊക്കെ ഞാൻ എടുത്തോളാം, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് സ്വമേധയാ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വിരോധമുള്ള സംഗതിയല്ല. പക്ഷേ അയാളുടെ വല്ല സ്വത്തുണ്ടെങ്കിൽ, ഒരാളുടെ കയ്യിൽ ആകെ മരിച്ചു പോകുമ്പോൾ അയാളെ മറമാടാനുള്ള സ്വത്ത് മാത്രമേ അയാളെ കയ്യിലുള്ളൂ, അതിനുള്ള കാശേ കയ്യിലുള്ളെങ്കിൽ ആ കാശ് കൊണ്ട് വേഗം അയാൾ മറമാടണം. അത് മറ്റൊരാൾ അത് ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വിരോധമല്ല. അപ്പോൾ സാമ്പത്തികമായ ഒന്നാമത്തെ ബാധ്യത മറമാടുക എന്നുള്ള സംഗതിയാണ്.
അത് കഴിഞ്ഞാൽ പിന്നെയും അയാളുടെ സ്വത്ത് ബാക്കിയുണ്ടെങ്കിൽ പിന്നെ അയാളുടെ രണ്ടാമത്തെ ബാധ്യത, ജീവിച്ചിരിക്കുന്ന ആളുകൾ നിർവഹിക്കേണ്ട രണ്ടാമത്തെ ബാധ്യത അയാളുടെ കടം വീട്ടുക എന്നുള്ളതാണ്. കടം വീട്ടുക എന്നുള്ളതാണ് ഏറ്റവും, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രണ്ട് തരത്തിലുള്ള കടമുണ്ട്. ഒന്ന് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടം, മറ്റൊന്ന് മനുഷ്യരുമായി ബന്ധപ്പെട്ട കടം. അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടം എന്ന് പറഞ്ഞാൽ അയാൾ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ സക്കാത്ത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും രീതിയിൽ കഫാറത്ത്, പ്രായശ്ചിത്തമായി വല്ലതും നൽകേണ്ട സംഗതികളും അതിലൊരു സാമ്പത്തിക ബാധ്യതകൾ വരുന്ന സംഗതി ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിൽ ഏതിനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്? മുൻഗണന നൽകേണ്ടതിൽ അഭിപ്രായ വ്യത്യാസം. ചില പണ്ഡിതന്മാർ അത് അള്ളാഹുമായി ബന്ധപ്പെട്ടതിന് ആദ്യം അത് വീട്ടണം, ആദ്യം സക്കാത്തോ മറ്റോ ഒക്കെ കൊടുക്കാൻ അയാളുണ്ടെങ്കിൽ അത് ആദ്യം വീട്ടണം. അതാണ് ഷാഫി മദ്ഹബൊക്കെ ഏകദേശം അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഹനഫി മദ്ഹബ് ഒക്കെ അഭിപ്രായം പറഞ്ഞത് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് നോക്കണമെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യേണ്ട സംഗതിയാണെങ്കിൽ ചെയ്യണം, അതല്ലെങ്കിൽ അയാൾ വസിയത്ത് ചെയ്യണം, ഇതിനെ ചെയ്യണം എന്നുള്ളത്. ഈ അനന്തര സ്വത്തിൽ നിന്ന് കടം വീട്ടേണ്ടത് അയാളുടെ മനുഷ്യന്മാർക്കുള്ള കടമാണ് ആദ്യം വീട്ടേണ്ടത്. മനുഷ്യന്മാർക്കുള്ള കടം ആദ്യം വീട്ടണം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. മനുഷ്യന്മാർക്കുള്ളത് ആദ്യം വീട്ടണം. ഈ കടം എന്ന് പറഞ്ഞതിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളിടയിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കഴിയുന്നിടത്തോളം കടം ഇല്ലാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവനവന്റെ കപ്പാസിറ്റിക്ക്, അവനവന്റെ പരിധിക്ക് അപ്പുറത്തുള്ള പണം നമ്മളുടെ ചെലവഴിക്കാൻ പാടില്ല. ചെലവഴിച്ചാൽ നമുക്ക് കടബാധ്യത വരും. കടബാധ്യത വന്നാൽ അത് വീട്ടാൻ നമുക്ക് സാധിച്ചോളണമെന്നില്ല. കടം വീട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കുറ്റമാണ്. ആ കുറ്റം എന്ന് പറഞ്ഞാൽ അത് മരിച്ചാലും കൂടെ പോണ കുറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ മരിച്ചാലും കൂടെ ഉണ്ടാകും നന്മകൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാണ് ഈ വഖഫ് മറ്റൊക്കെ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ മരിച്ചാലും നമ്മളുടെ കൂടെ വിടാതെ നമ്മളെ കൂടെ പോകുന്ന ഒരു സാധനമാണ് ഈ കടബാധ്യതകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖും ബിദൈനിഹി എന്നാണ്. ഒരു മുഅ്മിനിന്റെ, വിശ്വാസിയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അവന്റെ കടത്തോട് ബന്ധിച്ച് നിൽക്കുന്ന, കടത്തോട് ബന്ധിച്ചു. എപ്പോഴാണ് ആ കടം ആണ്ട് വീട്ടിൽ കൊടുക്കുന്നത്? അപ്പോഴേ ആത്മാവിന് മോചനം ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്കറിയാം, സംഭവം പലപ്പോഴും നമ്മൾ കേട്ടതാണ്. മരിച്ചു കഴിഞ്ഞാൽ ആദ്യം മയ്യത്ത് സ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആർക്കെങ്കിലും കടം ഉണ്ടോ? അപ്പൊ കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ മയ്യത്ത് നിൽക്കണില്ല, ഞാൻ ഇമാം നിൽക്കണില്ല. അങ്ങനെ റസൂലുള്ളാഹിക്ക് ഇമാമ് നിൽക്കേണ്ട ഇതില്ലാത്തൊരവസരം ഉണ്ടായിട്ടില്ല. കൂട്ടത്തിൽ ആരെങ്കിലും അത് ഏറ്റെടുക്കും കടം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇയാളെ കട ഏറ്റെടുക്കണം. ഒരിക്കൽ അബൂ ഖത്താദയുടെ സംഭവം പ്രസിദ്ധമാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇയാൾക്ക് കടമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കടമുണ്ട് എന്ന് പറഞ്ഞു. 2 ദീനാർ കടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അത് ആരെങ്കിലും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ, അബൂ ഖത്താദയാണ്, അദ്ദേഹം അത് ഏറ്റെടുത്തു. അദ്ദേഹം ഏറ്റെടുത്തേക്കും, ഞാൻ കൊടുത്തോളം നബി എന്ന് പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുന്നു. അങ്ങനെ അയാൾ അത് ഏറ്റെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അയാളോട് ചോദിച്ചു, ആ കടം വീട്ടിയോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല നബി, ഇന്നലെ മരിച്ച ആളല്ലേ, ഞാൻ ഉടൻ വീട്ടാ. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം വീട്ടിയെന്നുള്ള വിവരം റസൂലിനെ അറിയിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാചകം അൽ ആന ബറുദതി നഫ്സു, ഇപ്പോഴാണ് അയാളുടെ ആത്മാവിന് ശാന്തി ലഭിച്ചത് എന്ന്. അപ്പോ വളരെ ഗൗരവമുള്ള സംഗതിയാണ്. നമ്മൾ സാധാരണ മയ്യത്ത് സ്കരിക്കുമ്പോൾ ഓരോരുത്തർ മുമ്പിൽ വന്നിട്ട് പറയും, ഈ മയ്യത്തിന്റെ എല്ലാ കടബാധ്യതകളും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയും. ഏറ്റെടുത്തിരുന്നാൽ അത് ഏറ്റെടുക്കണം. അത് കടബാധ്യത വല്ലതും ഉണ്ടെങ്കിൽ അത് വീട്ടണം. പിന്നെ കടം വീട്ടണ സംഗതി വരുമ്പോൾ അപ്പോൾ ഏറ്റെടുത്ത ഒരു ഓർമ്മയില്ലാതാകാൻ പറ്റില്ല. ഈ ഏറ്റെടുക്കുന്ന രീതി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ കടബാധ്യതയുള്ള ആളുകൾ ഇന്നവരുമായി ബന്ധപ്പെടുക, അതല്ല അതിന്റെ ശരിയായ രീതി. ഇന്നവരുമായി ബന്ധപ്പെടുന്നത് അതിന്റെ ഉദ്ദേശം തന്നെയാണ്, അയാളെ ഏറ്റെടുത്തിട്ട് തന്നെയാണ് ഉദ്ദേശം. പക്ഷെ അത് ഏറ്റവും നല്ലത് അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അങ്ങോട്ട് പറയാണ്, ഈ മയ്യത്തിന്റെ കടബാധ്യതകൾ മകൻ ഇന്നയാള് ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ ആ മകൻ ഏറ്റെടുക്കുന്നതോട് കൂടി കഴിഞ്ഞു. എന്നാ വാപ്പാന്റെ കടത്തുനിന്നൊക്കെ വാപ്പ രക്ഷപ്പെട്ടു എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വീട്ടുമ്പോഴേ വാപ്പ അല്ലെങ്കിൽ നമ്മൾ ആരുടെ കടമാണോ ഏറ്റെടുത്തത് അവരതിൽ നിന്ന് മുക്താകണുള്ളൂ. അപ്പോ എത്രയും പെട്ടെന്ന് അത് വീട്ടേണ്ടതാണ് എന്നർത്ഥം. അത് വീട്ടുമ്പോഴാണ് അൽ ആന ബറുദതി നഫ്സു, റസൂലുള്ള പറഞ്ഞ പോലെ അവന്റെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നത്. അതാണ് കടബാധ്യതന്റെ അവസ്ഥ. അതാണ്.
അപ്പോൾ ഏറ്റെടുക്കുന്ന ആളുകൾ ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഏറ്റെടുക്കുക. പിന്നെ ഏറ്റെടുക്കുമ്പോൾ അവര് മനസ്സിലൊരു ധാരണ, അയാൾ സ്വന്തമാണോ വെച്ചാൽ ചില കുടുംബ പ്രശ്നങ്ങളിലൊക്കെ അങ്ങനെ അഭിപ്രായമുണ്ട്. കടം അതോ പിന്നെ ഇന്ന ആളെ ഏറ്റെടുത്തല്ലേ, ഇന്ന മോനെ ഏറ്റെടുത്താണ്, അത് പിന്നെ ഇങ്ങനെ ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ബാക്കിയുള്ള അനന്തരാവകാശികൾ പറയുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെയല്ല, ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് ആ കടത്തിന്റെ പണം കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സമ്പത്തില്ലെങ്കിലോ ഇയാൾ അതിന് സംവിധാനം ഉണ്ടാക്കണം. അതിന്റെ ഉത്തരവാദിത്തമാണ് അവിടെ വെച്ചവിടെ ഏറ്റെടുക്കുന്നത്. അപ്പൊ ചില അനന്തരാവകാശികൾ വിചാരിക്കണം എന്താന്ന് വെച്ചാൽ അത് ഏറ്റെടുത്ത ആളല്ലേ, അത് മൂപ്പരെടുക്കട്ടെ, ഞങ്ങളത് അറിയില്ല എന്ന് വിചാരിക്കണം. അങ്ങനെയല്ല. അയാളുടെ സമ്പത്തിന്റെ രണ്ടാമത്തെ ബാധ്യതയാണ് ഈ കടബാധ്യതകൾ വീട്ടുക എന്നുള്ള സംഗതി. അപ്പൊ ഏറ്റെടുക്കുന്ന ആള് മാത്രമല്ല, അയാളെ സമ്പത്തിന്റെ അവകാശികളായി അനന്തരാവകാശികൾ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ആ ബാധ്യത ഉണ്ട്. അത് ഏറ്റെടുത്തത് വീട്ടുന്ന ബാധ്യത അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് കടബാധ്യതകളുമായി രണ്ടാമത്തെ ബാധ്യത. കടബാധ്യതകളും കഴിഞ്ഞാൽ പിന്നെ ഈ മയ്യത്തുമായി ബന്ധപ്പെട്ടുള്ളത് മയ്യത്തിന്റെ വസിയത്ത് നടപ്പാക്കുക. മൂന്നാമത്തെ കാര്യം അതാണ്, വസിയത്ത് നടപ്പാക്കുക. ഈ വസിയത്ത് നടപ്പാക്കുക എന്ന് പറഞ്ഞാല്, വസിയത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജീവിക്കുന്ന കാലത്ത് ഒരാൾ പറയാം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വത്തിൽ നിന്ന് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുന്നതിനാണ് വസിയത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ചെയ്താൽ അത് വസിയത്തല്ല. അപ്പൊ വസിയത്താണെങ്കിൽ രണ്ട് നിബന്ധനയാണുള്ളത്. ഒന്ന്, അത് പറയേണ്ടത് ജീവിച്ചിരിക്കുന്ന കാലത്താണ്, അത് പറയുകയോ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യാം. രണ്ടാമത്തത് നടപ്പാകുന്നത് മരണത്തിന് ശേഷമായിരിക്കും, മരണത്തിന്റെ മുമ്പ് അത് നടപ്പാവില്ല. അങ്ങനത്തെ ഒരു കാര്യത്തിന് സ്വത്തിൽ നിന്ന് വല്ലതും വസിയത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് വസിയത്ത് ചെയ്യാവുന്നത് മാക്സിമം കൂടിയാൽ തന്റെ സ്വത്തിന്റെ 1/3 വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ എന്റെ കാലശേഷം എന്റെ സ്വത്ത് മുഴുവൻ പള്ളിക്ക് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന മകന് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ, അത് വസിയത്ത് നടത്തിയതാണെങ്കിൽ അത് നടപ്പാവില്ല. അതിന്റെ 1/3 മാത്രമേ നടപ്പാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിയോട് അദ്ദേഹം പറഞ്ഞു, നബി, എനിക്കൊരുപാട് സ്വത്തുണ്ട്, ആകെ ഒരു മകളെ എനിക്ക് അനന്തരാവകാശിയായിട്ടുള്ളൂ, ഞാൻ എൻ്റെ സ്വത്ത് അങ്ങോട്ട് വഖഫ് ചെയ്താലോ, അങ്ങോട്ട് വസിയത്ത് ചെയ്താലോ, അതാണ് ചെയ്താലോ എന്ന് ചോദിച്ചു. എൻ്റെ കാലശേഷം അത് മുഴുവൻ. നബി പറഞ്ഞു, മുഴുവൻ ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പകുതി ചെയ്തട്ടെ, പകുതിയും ചെയ്യരുത്. പിന്നെ അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, 1/3 ചെയ്തോ, വസ്സുലുസു കസീർ, 1/3 തന്നെ ധാരാളമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിന്റെ അനന്തരാവകാശികളെ സാമ്പത്തിക ശേഷിയുള്ളവരായിക്കൊണ്ട് വിട്ടേച്ചു പോവുകയാണ്, അവരെ മറ്റുള്ളവരോട് കൈ നീട്ടുന്ന ഒരവസ്ഥയിൽ വിട്ടേച്ചു പോകുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമായ സംഗതി അതാണ്. അതുകൊണ്ട് 1/3 വസിയത്ത് ചെയ്താൽ മതിയും. അതുകൊണ്ടാണ് 1/3 വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിന്റെ ഒരു നിബന്ധന. രണ്ടാമത്തെ സംഗതി, അനന്തരാവകാശികൾക്ക് വസിയത്ത് ചെയ്താൽ അത് പ്രാബല്യമാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ വസിയ്യത ലിവാരിസിൻ, അനന്തരാവകാശിക്ക് വസിയത്തില്ല. അപ്പോ ഞാൻ മരിച്ചാൽ ഈ വീട് ചെറിയ മകന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് നടപ്പാക്കൽ നിർബന്ധ സംഗതിയല്ല. അല്ലെങ്കിൽ മരിച്ചാൽ അങ്ങനെ പല ആളുകളും പറയും, വാപ്പ മരിക്കണതിന് മുമ്പ് പറഞ്ഞിരുന്നു ഇത് മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി ഇന്നാൾക്ക് കൊടുക്കണം, ഇന്ന മകന് കൊടുക്കണം, ഇന്ന മകൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതിനൊന്നും നിയമപ്രാബല്യമില്ല. നേരെ മറിച്ച് അനന്തരാവകാശികൾക്ക് ഇഷ്ടമാണെങ്കിൽ കൊടുക്കാം. വീട് ചെറിയ മോനെ അല്ലെങ്കിൽ മൂത്ത മകന് അല്ലെങ്കിൽ ഏതെങ്കിലും മകന് കൊടുക്കണമെന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാപ്പാന്റെ ഒരു ആഗ്രഹമായി നമ്മൾ കണക്കാക്കുകയും ആ ആഗ്രഹം നടപ്പാക്കുക എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യം തന്നെയാണ്. ആ ആഗ്രഹം നടപ്പാക്കാൻ മക്കൾക്ക് സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അനന്തരാവകാശികൾക്ക് സാധിക്കുമെങ്കിൽ അൽഹംദുലില്ലാ അങ്ങനെ നടപ്പാവും. അതല്ലാതെ അതൊരു നിയമപരമായി നിർബന്ധമായ ഒരു സംഗതിയല്ല. നേരെ മറിച്ച് അനന്തരാവകാശി അല്ലാത്തൊരാൾക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുക. എന്റെ സ്വത്തിൽ നിന്ന് തന്റെ പേരക്കുട്ടികൾ, ഉദാഹരണമായി, അത് വസിയത്ത് ചെയ്യൽ വളരെ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായ കാര്യമാണ്. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മകനോ മകളോ ഒക്കെ മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ മക്കൾക്ക് നേരിട്ട് മറ്റു മക്കൾ ഉണ്ടെങ്കിൽ അനന്തര സ്വത്ത് ലഭിക്കൂല. അപ്പൊ അതുകൊണ്ട് വല്യാപ്പാന്റെ ബാധ്യതയാണ് ഈ കുട്ടികൾക്ക് വസിയത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നൽകിയതിന് ശേഷം മാത്രമേ ആ സ്വത്ത് നമ്മൾ
കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ അത് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. അപ്പൊ ഈ 3 സംഗതികൾ അഥവാ ഈ മയ്യത്തിന്റെ സംസ്കരണം, അതുപോലെ തന്നെ കടം വീട്ടുക, പിന്നെ വസിയത്ത് നടപ്പാക്കുക, ഈ 3 കാര്യങ്ങളും നടപ്പാക്കിയതിന് ശേഷം തൻ്റെ മരിച്ച വ്യക്തിയുടെ കയ്യിൽ വല്ല സ്വത്തും ഉണ്ടെങ്കിൽ അതാണ് ഓഹരി വെക്കേണ്ടത്. അതാണ് അനന്തരാവകാശികളുടെ സ്വത്ത് എന്ന് പറയുന്നത്. ബാക്കി ഈ 3 അനന്തരാവകാശികളുടെ സ്വത്തേ അല്ല. അത് ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട സംഗതികളാണ്. അത്തരം സംഗതികൾ ബാക്കിയും കുറേ ഇതുമായി ബന്ധപ്പെട്ട അനന്തരാവകാശവുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഗതികൾ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ മുസഹഫ് കയ്യിലെടുക്കണമെങ്കിൽ ഒതു എടുക്കണോ എന്നുള്ള സംഗതി. നമ്മൾ ഒതുവുമായി ബന്ധപ്പെട്ട സംഗതികൾ പറയുമ്പോൾ മുസഹഫ് കയ്യിലെടുക്കുമ്പോൾ ഒതു എടുക്കണം. ധാരാളം പണ്ഡിതന്മാർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് ഒതുവോടുകൂടിയ നിങ്ങൾ മുസഹഫിൽ ഓതാൻ പാടുള്ളൂ എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയാൻ അവർ പ്രമാണമായിട്ട്, അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രമാണം, തെളിവ്. അതിന് പ്രമാണമായിട്ട് പറയുന്നത് ഒന്ന് സൂറത്തുൽ വാഖിയയിലെ ഒരു വചനാണ്, ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. ത്വഹൂറുള്ള വിശുദ്ധരായ ആളുകൾ മാത്രമേ അതിനെ സ്പർശിക്കുകയുള്ളൂ എന്ന വചനമാണ് ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വചനം. രണ്ടാമത്തത് ഹദീസുകളിൽ നിന്നൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യമസ്സുൽ ഖുർആന ഇല്ലാ താഹിറുൻ. ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആൻ സ്പർശിക്കുകയില്ല എന്നും ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും പണ്ഡിതന്മാരും ഖുർആൻ ഓതുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ മുസാഫിൽ ഓതുമ്പോൾ ഒന്നെടുത്തിട്ട് നിങ്ങളത് ഓതാൻ പാടുള്ളൂ എന്ന് പറയുന്നത്, ശുദ്ധിയില്ലാതെ ഓതാൻ പാടില്ല എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഖുർആൻ ഓതുന്നതിന് വുദു വേണം എന്നുള്ളതിന് പ്രമാണമില്ല എന്നാണ്. അങ്ങനെ അള്ളാഹുവോ റസൂലോ നമ്മളോട് പറഞ്ഞിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ വുദു വേണമെന്ന് പറയുന്നത് ഒരു നിർബന്ധമായ സംഗതിയല്ല. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട സംഗതി ഈ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അപ്പൊ ഏറ്റവും നല്ലത് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ വുദുവോടുകൂടി നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ അത് നല്ലതാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാം, ഒരു പ്രശ്നമില്ല. യാതൊരു ഒതുണ്ടായാൽ അത് പറ്റൂല എന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. ഒതു വേണോ വേണ്ടേ എന്നുള്ളതിലാണല്ലോ തർക്കം. അപ്പോൾ ഒതെടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ അങ്ങനെ ചെയ്യൽ ഒരു അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് പ്രമാണം അതിന് പിന്തുണയില്ല എന്നുള്ളതാണ് ശരി. ഒന്നാമത് വിശുദ്ധ ഖുർആനിൽ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ എന്ന വിശുദ്ധ വചനം അത് ഖുർആൻ ഒതുല്ലാതെ തൊടുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല. അത് ഖുർആൻ അതിൻ്റെ മലായിക്കത്തുകളുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. മുത്തഹ്ഹറൂൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്. വിശുദ്ധരായ മലക്കുകൾ മാത്രമേ അതിനെ സ്പർശിക്കുന്നുള്ളൂ എന്ന് ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഖുർആനിന്റെ സൂക്ഷിക്കപ്പെട്ട ഭാഗത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇന്നഹു ലഖുർആനുൻ കരീം, ഇത് വളരെ ആദരവാർന്ന ഒരു ഖുർആനാകുന്നു. ഫീ കിതാബിൻ മക്നൂൻ, ഇത് ദൃഢമായ ഒരു രേഖയിൽ സൂക്ഷിക്കപ്പെട്ടതാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, വിശുദ്ധരായവരല്ലാതെ അതിനെ സ്പർശിക്കുന്നില്ല എന്ന് പറയുന്നത് മനുഷ്യരായിട്ട് ബന്ധപ്പെട്ടല്ല, അത് മലക്കുകളെ വിശുദ്ധരായ മലക്കുകൾ മാത്രമാണ് അത് സ്പർശിക്കുന്നത്. അപ്പൊ അത് ഒളുവുമായി ബന്ധപ്പെടുന്ന സംഗതിയല്ല. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസ് ലാ യമസ്സുൽ ഖുർആൻ ഇല്ലാ താഹിറുൻ എന്ന് പറഞ്ഞ ഹദീസ്, ആ ഹദീസ് സഹീഹായ ഒരു ഹദീസല്ല, അത് ഒരു ദുർബലമായ ഒരു ഹദീസാണ് എന്ന് ഈ ഖുർആൻ
ഖുർആന് ഒതുവോടുകൂടിയേ സ്പർശിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരിൽ തന്നെ പലരും ഇമാം നവവിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഹദീസ് ദുർബലമാണ്. ആ നിലക്കും അതൊരു പ്രമാണമല്ല. അപ്പോ ഒന്നുമില്ലാതെ ഖുർആൻ ഓതിയാൽ, സ്പർശിച്ചാൽ, കയ്യിലെടുത്താൽ അതൊരിക്കലും ഒരു തെറ്റായ സംഗതിയല്ല. അങ്ങനെ ഓതുന്നതിനൊരു വിരോധമില്ല. ഖുർആൻ അങ്ങനെ ഒന്നും വിലക്കുന്നില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിം രാജാക്കന്മാർക്ക് കത്തുകൾ എഴുതുന്ന സന്ദർഭത്തിൽ അതിലൊക്കെ ഖുർആനിന്റെ ആയത്ത് കോട്ട് ചെയ്തുകൊണ്ട് എഴുതിപ്പിച്ചുകൊണ്ടാണ് ആ കത്തുകളൊക്കെ അയച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഖുർആന്റെ ആയത്ത് ഈ എഴുതണമെങ്കിലോ അത് ഓതണമെങ്കിലോ വായിക്കണമെങ്കിലോ ഒക്കെ ഒതു വേണം എന്ന് നിർബന്ധം യഥാർത്ഥത്തിലില്ല. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒതു നഷ്ടപ്പെട്ടാൽ വേഗം ഖുർആൻ അവിടെ വെച്ച് ഇനി എനിക്ക് ഓതാൻ പറ്റൂല, അങ്ങനെ ഒരു ധാരണ ആവശ്യമല്ല. ഖുർആൻ ഓതുന്നതിന് ഒതു വേണം എന്നുള്ളതൊരു നിർബന്ധമായ കാര്യമല്ല. പക്ഷേ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാകുമ്പോൾ അത്തരം സംഗതികളിൽ ഒരു സൂക്ഷ്മത എന്നുള്ള നിലക്ക് ഖുർആൻ ഓതുമ്പോൾ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ഒതു ഉണ്ടാകുകയാണെങ്കിൽ അതൊരു നല്ലതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ആ വിഷയത്തിൽ പല ആൾക്കാരും ചോദിച്ച ഒരു ചോദ്യമാണ് അവർക്ക് പറയാനുള്ളത്. അല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ പോരായ്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മോട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഒമാനിലെ അഷ്റഫ് സാഹിബ്, അദ്ദേഹം ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം നാളെ ഒരു ഓപ്പറേഷന് വേണ്ടി വിധേയനാകാൻ പോവുകയാണ് എറണാകുളം വെച്ച്. ഒമാൻ അഷ്റഫ് സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ളത് ധാരാളം പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ ഒക്കെ വലിയൊരു ധനികനായ മനുഷ്യനാണ്. പക്ഷെ അതോടൊപ്പം ഇത് ധാരാളം ആളുകൾക്ക് ഇത് നൽകുന്ന വളരെ ധർമ്മിഷ്ഠനായ ഒരു മനുഷ്യനാണ്. നമ്മളുടെ തന്നെ ഈ ഓറിയന്റൽ സ്കൂളിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം അദ്ദേഹം 1 കോടി രൂപ അദ്ദേഹം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വളരെ ധർമ്മിഷ്ഠനായ, വളരെ സാധുവായ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. നമ്മളോട് അദ്ദേഹം എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാനിങ്ങനെ ഓപ്പറേഷന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളത് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല മനുഷ്യൻ്റെ രോഗം ശിഫയാക്കി ആയുരാരോഗ്യത്തോടു കൂടി തിരിച്ചു വരാനും രോഗം സുഖപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ സൽപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള തൗഫീഖും ആരോഗ്യവും ആയുസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على الإيمان والتقوى. اللهم يا مقلب القلوب ثبت قلوبنا على الإسلام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله